വേഷം ചെയ്യുന്നുണ്ട്. സിനിമയെ കുറിച്ച് രണ്ട് വാക്ക്. ഞങ്ങളുടെ ഈ സിനിമ എത്രയും വേഗത്തിൽ തുടങ്ങാൻ ആശംസിക്കുന്നു. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുന്ന ജോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആശംസകൾ. ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? അസോസിയേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ഒരു സംവിധായകമായിട്ട് മാറ്റാം. അപ്പൊ ഈ ബേസിക് ഒന്ന് ഓർത്തേക്കണോ? നടന്നോണ സീനാണെങ്കിലും. ചേട്ടൻ്റെ പേര് സതീഷ്. എന്ത് ചെയ്യുന്ന ആർട്ടിലും നമ്മളിക്കുന്നത്. കാരണം ഒരു സിനിമയുടെ വിജയം എന്നുള്ള ആർട്ടാണ്. ഞാൻ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു ഒരു കാലത്ത്. ഏത് സതീഷ് എവിടെ സ്ഥലം? അടുത്തന്നെ. അപ്പൊ സതീഷ് അംഗമാരില്ല കാലടി. സതീഷ് കാലടി. ഞാൻ സലീം സാറിനെ പടം ചെയ്താൽ പേപ്പട്ടി. ഓ ശരി ശരി. ആ രണ്ട് ആർട്ടല്ലേ? നിങ്ങൾ രണ്ടുപേരല്ലേ? ചില പേര് സാവച്ചേട്ടൻ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നല്ലേ? സൗജന്യ ഒന്ന് നോക്കിയേ. നമ്മുടെ സൗജന്യം തിരക്കിന് നിൽക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ. ആർട്ടാണ് ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അടുത്താണ് നമ്മുടെ സീച്ചാണ്. തൊടുപുഴ സ്ഥാപനം നടത്തുന്ന പുതിയൊരു വർക്കിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ഞങ്ങളൊരു വർക്കിംഗ് നിഷാടിക്കും മായമായിട്ട് ഞാനും ഉണ്ട്. ബാക്കി എല്ലാവർക്കും അവസരം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഞെട്ടത് വിളിക്കും. അപ്പൊ സീച്ചേട്ടാ നമ്മുടെ വർക്കിന് ഒരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ തൊടുപുഴയ്ക്ക് വരുമ്പോ ബിസ്ക്കറ്റ് ടീ ഒഴിക്കുക. പെരുമാങ്ങാണ്ടത്ത് വരും കേട്ടോ. അപ്പൊ സന്തോഷം. അതുപോലെ നമ്മുടെ നെയിം ഓഫ് സച്ചിൻ ഐശ്വര്യം കണ്ടില്ലേ? കാരണം ഇപ്പോഴും അണയാത്ത നാളമായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഒരു പൂജ കഴിയുമ്പോ രജസാറൊക്കെ ഉണ്ടായിരുന്നു. മോനെ വെടിക്കെട്ടില് ഗംഭീര പെർഫോമൻസ് ആയിരുന്നല്ലോ. ഈ പടത്തിലുണ്ടല്ലേ? സാറേ ഉണ്ടോന്ന് അറിയില്ല. എന്നാ കൊച്ചി കണ്ടോ? എന്റെ സങ്കടം കണ്ടോ? ഉണ്ട് കേട്ടോ. സാറേ ആ കൊച്ചുണ്ടോന്ന് കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ വന്നുണ്ട്. നാളെ ഇത് കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ KBS ഇതേപോലെ സുകുമാരി അമ്മ പോലെ അമ്മ. അപ്പൊ അമ്മയെ ഈ പടത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രലേഖ കരുനാഗപ്പള്ളിയിലെ. അപ്പൊ പ്രിയ ഉണ്ട്. പ്രിയ പടത്തിലൂടെ വേഷം ചെയ്യുന്നു. സന്തോഷമുണ്ടോ? സന്തോഷമായോ? ഹാപ്പി? ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളെ മാഹിം മോനെ ബിസ്ക്കറ്റ് കഴിക്കാൻ സംസാരിക്കില്ല. നല്ലൊരു വേഷം സാറിനെ കണ്ണാടി കൊടുക്കുന്നത് കൂടെ ഉണ്ട്. നമ്മുടെ സിജിന്റെ മമ്മിയുണ്ട്. മോനെ അവാർഡ് കിട്ടിന്റെ കൂവിയോ? കൂവിയിലെ സിജിനെ കിട്ടി. സിജിനൊക്കെ പോയെന്ന് തോന്നുന്നു. കൂവി പടത്തില് ഓ അടിപൊളി. എനിക്ക് കയറി വരും. വെടിക്കെട്ടിലെ സീൻ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു വേഷം ചെയ്ത മോളാണ് ഈ പടത്തിൽ കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത്. സത്യ സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ ഐഷ്ബി അല്ലേ? അപ്പം കഴിഞ്ഞ സിനിമയിലും മോളായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എന്നുവെച്ചാൽ അന്ന് അല്ലേ ഗസ്റ്റിലേക്ക് ഒന്ന് മാറി സെന്റിമെന്റ്സ് ആയിരുന്നു മോളുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല പെർഫോമൻസ്. സുധീർ അങ്ങിലിന്റെ കൂടെ അഭിനയിച്ചില്ലേ? സുധീർ കാരമന. എന്തായാലും സന്തോഷം കേട്ടോ. ഇനി വളർന്നു വരട്ടെ കേട്ടോ. ഇപ്പൊ കൂടെ രണ്ടുപേരുണ്ട്. ഉമ്മായും വാപ്പായും ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പൊ എങ്ങനെയുണ്ട് മോളുടെ വളർച്ചയിൽ? എന്ത് പറയുന്നു? പോലെ. അപ്പൊ ഇനിയും അവസരങ്ങൾ